സഞ്ചാർ സാഥി ആപ്പ് പൗരന്റെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞത്. പട്ടാള രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിൽ ആൾക്കാരെ നിരീക്ഷണ വിധേയമാക്കുന്ന സംവിധാനമായി രാജ്യത്തെ കേന്ദ്രഭരണ സംവിധാനം മാറുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപം. മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകും, മറ്റ് നിയമവഴികൾ അടക്കം ആലോചിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് 120 കോടി ഫോണുകളിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന സാഹചര്യമാണുള്ളത്. ഒരു പൗരനെ പൂർണ്ണമായും ഒരു സർക്കാർ ആപ്പിലൂടെ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സുപ്രീം കോടതി അടക്കം പലതവണ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വകാര്യത എന്നുള്ളത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ്. അതിന്മേലുള്ള കടന്നുകയറ്റത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു നിരീക്ഷണത്തിലേക്ക് രാജ്യത്തെ പൗരന്മാരെ കൊണ്ടുപോകുന്നതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയരണം എന്നുള്ളതും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നു. ഏതാണ്ട് 120 കോടി ഫോണുകളിൽ ഈ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് ഇറക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഫോൺ നിർമ്മാണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് സഞ്ചാർ സാഥി ആപ്പിനെ കുറിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പെഗാസസ് പദ്ധതിക്ക് പിന്നാലെ വീണ്ടും രാജ്യത്തെ പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഞ്ചാർ സാഥി ആപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഞ്ചാർ സാഥി ആപ്പ് എല്ലാ മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കണമെന്നുള്ളൊരു കർശന നിർദ്ദേശം മൊബൈൽ ഫോൺ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ 120 കോടി മൊബൈൽ ഫോണുകൾ ഇതിന് വിധേയമാകുന്നതോടെ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും നിരീക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ അടക്കമുള്ള വിവിധ ആളുകളുടെയും സ്വകാര്യതയിലേക്ക് അടക്കം കടന്നു ചെല്ലുന്ന പ്രവർത്തനങ്ങളായിരിക്കും ഇത്തരത്തിൽ സഞ്ചാർ സാഥി മുന്നോട്ട് വെക്കുക. ഇതിനെതിരെ കടുത്ത പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രാലയത്തിനടക്കം കത്ത് നൽകുമെന്നും അതോടൊപ്പം പാർലമെന്റിൽ ഈ വിഷയം കൃത്യമായി തന്നെ ഉന്നയിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ പ്രൈവസി കൺസേൺ അടക്കം ആരോപിച്ചുകൊണ്ട് കടുത്ത വിമർശനം ഈ സഞ്ചാർ സാഥിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മൊബൈൽ ഫോൺ കമ്പനികൾക്കൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.